ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ്. ഇതെന്ന് പറഞ്ഞത് ജീറ്റ് കോഡ് അടിച്ചാൽ എല്ലാ വണ്ടിയും വരും. അപ്പോൾ നമുക്ക് നേരെ ഡിഫൻഡറിൻ്റെ ജീറ്റ് കോഡിലേക്ക് പോവാം. ഡിഫൻഡർ ഓടിക്കാൻ നല്ല രസമാണ്, എല്ലാവരും കളിച്ചു നോക്കണം. പിന്നെ ലൈക്കും സബും കമൻറ്റും ഷെയറും എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കണം. കളിക്കുന്ന എല്ലാ കൂട്ടക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഡിഫൻഡറിൻ്റെ നമ്പർ ഞാൻ മുമ്പോട്ട് അടിച്ചത് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടി അടിക്കുകയാണ്. ഡിഫൻഡറിൻ്റെ നമ്പർ 0002 ഓർമ്മിക്കുക, 0002. അപ്പോൾ ഇതാക്കണ്ടോ. പിന്നെ ഞാൻ ബൈക്കിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കളർ മാറ്റാം വീൽസിൻ്റെ. അപ്പോൾ വീൽസിൻ്റെ ഇത് മാറ്റായോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. നമുക്ക് നേരെ കളർ വൈറ്റിലേഴ്സ്. അപ്പോൾ നമുക്ക് ഇതാക്കാം, ഇതന്നെ ആക്കാം. എന്നാലേ നമുക്കൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ടയർ ബെൽറ്റാക്കാം. പിന്നെ ബാക്കിലത്തെ ടയർ ബെൽറ്റാക്കണം ഗൈസ്, എന്നാലേ വരുള്ളൂ. നേരെ നമുക്ക് റോട്ടിലേക്ക് അടിക്കാം. പിന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. ഞാൻ ഒരു പ്ലെയിൻ എടുക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ ലൈക്കും സബും ചെയ്യുക. പിന്നെ കമൻറ്റ് വേണം. ഇതായിരുന്നു ആ പ്ലെയിനിൻ്റെ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓടിച്ച് നോക്കാം ഗായ്സ്. അപ്പം നമുക്ക് ഡ്രസ്സ് മാറാം. ഡ്രസ്സ് മാറുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതുപോലെ ഷർട്ട് ഉണ്ടാവും, അത് നക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റാണ്, കാരണം നമുക്ക് വൈറ്റാണ് ഇഷ്ടം. വൈറ്റ് ഇല്ലാതെ ഗൈസ്, അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഇടാം. എന്താണ് ഈ വൈറ്റിൽ വരുന്നത്? നമുക്ക് വൈറ്റ് മതി ഗൈസ്. അത് ഞാൻ അറിയാണ്ട് ഇപ്പം നമുക്ക് നേരെ പ്ലെയിൻ്റെ കളറൊന്നും മാറ്റാൻ വേണ്ട. നോക്കാം. നമുക്ക് ഇപ്പം ഇങ്ങനെ പാടെ ഇങ്ങനെ കാണും. ഇനി ഉള്ളിലേക്ക് ഇത് നോക്കിയാൽ ഇങ്ങനെ കാണും. ഇനി നമുക്ക് ഇത് നോക്കിയാൽ സാധാരണ ജീപ്പിലല്ലോ ഇത് നോക്കിയാൽ പറക്കും, മറ്റേ ഇതിൽ തുള്ളും. നമുക്ക് നേരെ പറക്കാം. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുണ്ട്. ടേക്ക് ഓഫ് കഴിയുന്നില്ല ഗൈസ്, പറക്കുന്നില്ല എന്ന് തോന്നുന്നു ഈ പ്ലെയിൻ. പറക്കടേ അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു ഗായ്സ്. എവിടെയെങ്കിലും പോയി ക്രാഷ് ആക്കണ്ട ഗായ്സ്, കാരണം എൻ്റെ ഇൻഫിനിറ്റി ഹെൽത്ത് ഇല്ല. അപ്പോൾ ക്രാഷ് ആയിക്കൂടാ. ജസ്റ്റ് ലാൻഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കാം. ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ 9129 ഓർമ്മിക്കുക, 9129. അപ്പോൾ ഇത് കാണുന്നുണ്ടാവും ഇൻഫിനിറ്റി ഹെൽത്ത്. അപ്പോൾ എല്ലാവർക്കും പല വീഡിയോയിലും കാണുന്നുണ്ടാവും ട്രെയിൻ നമ്പർ, അത് തെറ്റാണ്. നമുക്കൊരു കണ്ട ജീറ്റ് കോഡ് ട്രെയിനിൻ്റെ അതിങ്ങനത്തെയാണ്. അതിങ്ങനത്തെയാണ്. അത് ഞാൻ അടിച്ചത് കാണിച്ചു തരാം. അത് ഞങ്ങൾക്ക് കണ്ടത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന നമ്പർ ഇല്ല ഇതിൽ. നമുക്കിങ്ങനെ കണ്ടതാണ്. ഇതടിച്ച് നോക്കിയാൽ ഞാൻ ഇതല്ല കണ്ട ഉണ്ട്, ഒന്നും വന്നില്ല.
ഒരു സാധനം വന്നില്ല. അപ്പം നമുക്ക് നേരെ പ്ലെയിൻ ഓടിക്കുന്നല്ലേ, നമുക്ക് പ്ലെയിൻ ഓടിക്കാം. പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിരുന്നു. ആ ബുഗാട്ടി നമ്പറിൻ്റെ ജീറ്റ് കോഡിൽ എത്രയും വ്യൂസ് കിട്ടിയെന്ന് വെച്ചാൽ 5.4K ആണ്. ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി, കാരണം അത്ര വ്യൂസ് എൻ്റെ എന്തും കിട്ടിയിട്ടില്ല. അപ്പോൾ ബുഗാട്ടി ജീറ്റ് കോഡ് 800 ആണ്. ഒന്നും കൂടി അടിക്കാം, 8,000 അല്ല, 800 ആണ്. അപ്പോൾ നമുക്ക് നേരെ ഓടിക്കാം. ഞാൻ ഓടിച്ചിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ബുഗാട്ടി ഓടിക്കാൻ നല്ല പോകാനാണ്. പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റിനാകെ കിട്ടിയത് 2K ആണ്. അപ്പോൾ എല്ലാവരും നോക്കുക സ്വിഫ്റ്റിൻ്റെ എല്ലാം എൻ്റെ ചാനൽ കയറിയിട്ട് നോക്കുക എല്ലാവരും. പിന്നെ അല്ലേ ഇവിടെ ഒരു പുതിയ സിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിന്, കാരണം ഫുള്ള് ഡാമേജ് ആയിരുന്നു. ഇവിടെ ഒരു സിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറുന്നതെന്ന് കാണണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പറ, ഞാൻ ഉറപ്പായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പിന്നെ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ന്യൂ ഹൗസ്. നമുക്ക് ലൊക്കേഷൻ ഇവിടെയാണ്, ഇവിടെ തന്നെ എടുത്തപ്പോൾ ഒറ്റക്ക് ഇതല്ല. കിട്ടി ഗൈസ്, കിട്ടി. അതിലാണ് നമുക്ക് വേണ്ടത്. അതിൽ കണ്ട നമുക്ക് ഒരു സംഭവം കാണുന്നുണ്ടാവും, ഫുള്ള് കുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ഹൗസിലേക്ക് പോവാം. തിരിഞ്ഞ് നീ ചങ്ങായി, ഞാൻ തിരിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ സെൻസർ അടുത്ത് പോയിട്ട് ചെയ്താൽ മാത്രമേ കിട്ടും, അടുത്ത് പോകാണ്ട് ചെയ്തതിന് കിട്ടേയില്ല. ഇതാ നോക്കിക്കോ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നു അത് തുറക്കുന്നില്ലല്ലോ, അതെന്തപ്പാ തുറക്കാത്ത, എന്തിപ്പാ അത് തുറക്കുന്നില്ലല്ലോ. പിന്നൊരു ഞാൻ നമ്പർ കാണിച്ചു തരാം, ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിന്. ആ നമ്പറിൻ്റെ കാറിൻ്റെ പേരാണ് ഇന്നോവൻ്റെ നമ്പർ നമുക്ക് അടിച്ചു നോക്കാം. ഇതാ ഇന്നോവൻ്റെ നമ്പർ ആയിരിക്കുന്നു 1207. ഓർമ്മിക്കുക, 1 നോക്കുക, ജീറ്റ് ആക്ടിവേറ്റഡ് ഇന്നോവ. ഒന്നും കൂടി നോക്കുക, 1207 നോക്കുക. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റിൽ വന്നത് ഇതാ നോക്കിക്കോ, 6GB എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും. മറ്റു കാറിലല്ലോ നോക്കിക്കോ, ഞാനിപ്പോൾ ഒരു കാർ എടുത്ത് തരാം. നമ്മൾ സ്വിഫ്റ്റിൽ നോക്കാം. സ്വിഫ്റ്റിലും ഇത് മറ്റേ ഇത് നോക്കിക്കോ, അതുണ്ടോ ഇങ്ങനത്തെ. ഇപ്പോൾ ചേഞ്ച് വരുന്നുണ്ട്, എല്ലാവരും നോക്കുക. പിന്നെ അടുത്ത വീഡിയോ ഇതിന് പാർട്ട് 2 വേണമെങ്കിൽ എല്ലാവരും ലൈക്കും സബും ചെയ്യുക. അപ്പോൾ